ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ പാട്ടിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്നൊരു ഡിസൈൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഇതുവരെ നമ്മൾ പഠിച്ച ടൂൾസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷൻസൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു ഡിസൈനിങ് വർക്ക്. നിങ്ങൾക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളതും പലപ്പോഴൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതുമായ ഒന്നാണ് ബിസിനസ് കാർഡ് അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ല ഇനി നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്, അപ്പോൾ ആ ജോലിയുടെ അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ആവശ്യാർത്ഥം നമ്മളൊരാളെ മീറ്റ് ചെയ്യുമ്പോൾ സ്വമേധയാ നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് ബിസിനസ് കാർഡ് അതല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിക്കൊണ്ട് നമ്മളെ പേര്, ഡെസിഗ്നേഷൻ, കോൺടാക്ട് ഡീറ്റെയിലുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളെപ്പോഴും ഒരു വിസിറ്റിംഗ് കാർഡ് രൂപപ്പെടുത്താറ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബിസിനസ് കാർഡ് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം? ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ടൂൾസും അതുപോലത്തെ ഓപ്ഷൻസൊക്കെ ഈ ഒരു ഡിസൈനിങ് വർക്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു പാർട്ടിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. സോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും F2 മീഡിയ ക്ലാസ് റൂമിലേക്ക് ഹാർദവമായ സ്വാഗതം. ബിസിനസ് കാർഡ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പുതിയൊരു പേജ്, അതായത് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് നിങ്ങളുമായി ഒരു കാര്യം പങ്കുവെക്കാനുള്ളത്, നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുകയാണെങ്കിലും ആദ്യം നമുക്ക് അതിനൊരു റെഫറൻസ് ഉണ്ടാക്കിയെടുക്കണം. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്, അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ ഏത് രീതിയിൽ വേണം, അതിലുപയോഗിക്കുന്ന ടെക്സ്റ്റുകളൊക്കെ എങ്ങനെ ആയിരിക്കണം, ഇനി അതിൽ ലോഗോസ് ഉണ്ടെങ്കിൽ ആ ലോഗോസിൻ്റെ കളറുകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ബേസിക് അവയർനെസ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മളൊരു ഡിസൈനിലേക്ക് പോകാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ഒരു വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ കസ്റ്റമറുടെ ആക്ച്വലായിട്ടുള്ള റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അതല്ലെങ്കിൽ നമുക്ക് നമ്മളിഷ്ടപ്പെട്ട പോലെ ചെയ്ത് അവസാനം കസ്റ്റമർക്ക് അത് ഇഷ്ടപ്പെടാണ്ട് വരും, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമറുടെ ഒരു റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ, അതാണ് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന ഡിസൈന് ഒരിക്കലും ഒരു കോപ്പി ആയിട്ടോ അതിൽ മറ്റെവിടെയെങ്കിലും നമ്മൾ കണ്ട ഒരു ഡിസൈനുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒന്നോ ആവരുത്. കാരണം ഇതൊക്കെ ഒരു ക്രിയേറ്റീവ് വർക്കാണ്, നമ്മൾ സ്വന്തമായി നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതും സിമ്പിളായിട്ടുള്ളതും എന്നാൽ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തെടുക്കാൻ ശ്രമിക്കേണ്ടത്. പക്ഷേ അതൊന്നും ഒറ്റയടിക്ക് അങ്ങനെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് നിരന്തരമായ പ്രാക്ടീസും വർക്കൗട്ടും കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ലെവലിലേക്ക് നമ്മൾ എത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. എനിവേയ്സ്, നമുക്ക് ബിസിനസ് കാർഡ് ഡിസൈൻ ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ പുതിയൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാണ്. Ctrl+N അടിച്ചു. അതിൽ നമ്മൾ ആദ്യം പേര് കൊടുക്കുക. ഞാനിവിടെ ബിസിനസ് കാർഡ് എന്ന് ടൈപ്പ് ചെയ്തു. തൊട്ട് താഴെ നമ്പർ ഓഫ് ആർട്ട് ബോർഡ്സ് ആണ്. അത് നമുക്കിപ്പോൾ തൽക്കാലം 1 മതി. ഇൻ കേസ് 2 സൈഡിൽ, അതായത് 2 സൈഡിലൊക്കെ ഡിസൈൻസ് വരുന്നുണ്ടെങ്കിൽ 2 ആർട്ട് ബോർഡ് വേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ പുതിയ ട്രെൻഡൊക്കെ അനുസരിച്ച് 2 സൈഡിൽ നമ്മൾ ഡിസൈൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു സൈഡ് മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡീഫാൾട്ട് വാരിയിട്ടുള്ള 1 തന്നെ കൊടുക്കാം. ദെൻ സൈസാണ്. ബിസിനസ് കാർഡിൻ്റെ സൈസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കങ്ങനെ ഒരു ഫിക്സഡ് സൈസ് ഒന്നും പറയാൻ പറ്റില്ല. ഇന്ന സൈസിൽ മാത്രമേ ബിസിനസ് കാർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും നമുക്കങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെൻഡ് അനുസരിച്ച് പല ടൈപ്പിലുള്ള കാർഡ്സിൻ്റെ സൈസ് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും നോർമലായിട്ടുള്ള അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 9x5 ആണ്. 9 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, 5 സെൻറ്റിമീറ്റർ ഹൈറ്റ്. അപ്പോൾ അത് തന്നെയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇവിടെ യൂണിറ്റ്സ് ഒന്ന് മാറ്റി കൊടുക്കുക, സെൻറ്റിമീറ്ററിലാക്കുക. ഇപ്പോൾ വിഡ്ത്ത് 9 കൊടുത്തു, ഹൈറ്റ് 5 കൊടുത്തു. ഓറിയൻറ്റേഷൻ ലാൻഡ്സ്കേപ്പ് മോഡലാണ്. ദെൻ ഓക്കെ കൊടുത്തു. നമ്മളെ ഡോക്യുമെൻ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഡിസൈനിലേക്ക് ഉപയോഗിക്കാനുള്ള കളേഴ്സ്, അതുപോലെ ലോഗോ, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അതും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ സമയം ഒരുപാട് എടുക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 കളേഴ്സ്, ഒരു ഡാർക്ക് ബ്ലൂ അതുപോലെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളർ, ഈ 2 കളേഴ്സാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഇതുവരെ പഠിച്ച ടൂൾസും ഓപ്ഷൻസൊക്കെ മാക്സിമം ഈ ഡിസൈനിലേക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഞാൻ പെൻ ടൂൾ എടുത്തു. ഒരു ജസ്റ്റ് ഒരു കേവ് വരയ്ക്കുകയാണ്. ഒരു കേവ് ഷേപ്പ് ആണ് ഇവിടെ വരയ്ക്കുന്നത്.
അതിലേക്ക് ഞാൻ ഈ രണ്ടാമത്തെ കളർ ഫില്ല് ചെയ്തു, അതായത് ഡാർക്ക് ബ്ലൂ. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ പെൻ ടൂൾ എടുത്ത് മറ്റൊരു കേർവ് ഡിസൈൻ കൂടി വരയ്ക്കുകയാണ്. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം പോയിൻ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഐ ഡ്രോപ്പർ ടൂൾ എടുത്തിട്ട് ഞാൻ ഈ ആദ്യത്തെ കളർ ഇവിടെ പിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമുക്കറിയാം വിസിറ്റിംഗ് കാർഡിൽ നമ്മൾ മെയിനായിട്ട് വേണ്ട ഒരു കാര്യം പേര് കൊടുക്കുക എന്നുള്ളതാണ്. ആർക്കാണോ നമ്മൾ വിസിറ്റിംഗ് കാർഡ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക, കുറച്ച് ബോൾഡായിട്ട് വലുതാക്കി കാണിക്കുന്ന രീതിയിൽ കൊടുക്കുക. പിന്നെ അതിൽ രണ്ടാമതായിട്ട് വേണ്ടത് ഡെസിഗ്നേഷൻ. അതായത് നമ്മൾ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡെസിഗ്നേഷൻ എന്താണ്, അതല്ലെങ്കിൽ നമ്മളിനിപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ നമ്മളെ റോൾ എന്താണ് എന്നാണ് നമ്മളവിടെ കാണിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മളെ കോൺടാക്റ്റ് ഡീറ്റെയിൽ, അതായത് ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ലോഗോ അല്ലെങ്കിൽ കമ്പനി നെയിമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്രയുമാണ് നമുക്ക് ഈ ഒരു വിസിറ്റിംഗ് കാർഡിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഒരു പേര് ടൈപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഒരു ഡെമോ ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ജോൺ സ്മിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരാളെ പേരടിച്ചു. അപ്പോൾ പേര് ഞാൻ ടൈപ്പ് ചെയ്തു. എനിക്കിനി അടുത്തതായിട്ട് ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഫോണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഫോണ്ട് സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം പല ടൈപ്പിലുള്ള ഫോണ്ടുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് കൊടുക്കുന്ന ഒരു പ്രവണത ഒഴിവാക്കുക. ഏത് ഡിസൈനാണോ നമ്മൾ ചെയ്യുന്നത് ആ ഡിസൈന് മാച്ച് ആവുന്ന തരത്തിലുള്ള ഫോണ്ടുകളാണ് മാക്സിമം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ വിസിറ്റിംഗ് കാർഡിനൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിലുള്ള ഫോണ്ടായിരിക്കും എല്ലാവരും ഉപയോഗിക്കുക. അതല്ലാണ്ട് ഒരു ഫാൻസി ടൈപ്പിലുള്ള ഫോൺസുകളൊന്നും ആരും വിസിറ്റിംഗ് കാർഡിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഫോണ്ടുകൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ആരും കൺഫ്യൂസ്ഡ് ആവണ്ട. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക്, ഇപ്പോൾ ബിസിനസ് കാർഡോ അല്ലെങ്കിൽ ബ്രോഷറോ അതല്ലെങ്കിൽ ഫ്ലയറോ എന്ത് വർക്കോ ആയിക്കോട്ടെ, ഈ വർക്കിലൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ഒബ്സർവേഷൻ വേണം, ഒരു നിരീക്ഷണ പാഠവും. കാരണം നമ്മൾ ആസ് എ ഡിസൈനർ നമ്മൾ ഇത്തരം വർക്കുകൾ കാണുമ്പോൾ വെറുതെ നമ്മളങ്ങ് നോക്കി പോവാതെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ടുകൾ എങ്ങനെയൊക്കെയാണ്, ആ ഫോണ്ടിൻ്റെ സൈസുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഹെഡിങ്ങിൻ്റെ കൊടുത്തിരിക്കുന്ന ഫോണ്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ ഈ ഫോണ്ട് സ്റ്റൈലിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. സോ ഞാനിപ്പോൾ ഇവിടെ കൂടുതൽ സെർച്ച് ചെയ്യാൻ നിൽക്കുന്നില്ല. ഇവിടെ ഒരു യൂണിവേഴ്സൽ കണ്ടൻസ്ഡ് എന്നുള്ള ഒരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്തു. ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനൊന്ന് ബോൾഡ് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഡെസിഗ്നേഷൻ, അതായത് പേരിൻ്റെ കൂടെ നമുക്ക് അടുത്തത് വേണ്ടത് ഡെസിഗ്നേഷനാണ്. അപ്പോൾ ഡെസിഗ്നേഷൻ ടൈപ്പ് ചെയ്യാം. ജനറൽ മാനേജർ എന്ന് കൊടുക്കുകയാണ്. ജനറൽ മാനേജർ. ഇനി ഞാനിതിൻ്റെ ഫോണ്ടൊന്ന് മാറ്റുന്നുണ്ട്. ഫോണ്ട് അതുപോലെ സൈസും മാറ്റേണ്ടതുണ്ട്. കാരണം പേര് കൊടുത്ത അതേ ഫോണ്ട് തന്നെ ഒരിക്കലും ബാക്കിയുള്ള കണ്ടൻറ്റ് കൊടുക്കരുത്. പേരെപ്പോഴും സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണിക്കണം. അതൊരു വേറെ തന്നെ ഫോണ്ടിൽ വേറെ സൈസിൽ തന്നെ കാണിക്കാൻ ശ്രമിക്കുക. അതിന് ശേഷം വരുന്ന കണ്ടൻറ്റുകൾ നമുക്ക് സെപ്പറേറ്റ് വേറൊരു ഫോണ്ടിൽ കൊടുക്കുക. എന്ന് കരുതി നമ്മൾ ഒരുപാട് ഫോണ്ടുകൾ കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്യരുത്. മാക്സിമം 1-2 ഫോണ്ടുകൾ, കാരണം അതിനുള്ള കണ്ടൻറ്റേ നമുക്ക് വരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഞാൻ ജനറൽ മാനേജർ എന്നുള്ളതിന് ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. ട്രൂണോ എന്ന് പറഞ്ഞൊരു ഫോണ്ട്. അതിൻ്റെ സ്റ്റൈൽ മാറ്റി ലൈറ്റാക്കി. അതിനുശേഷം സൈസ് ഒന്ന് ഞാൻ ട്രാൻസ്ഫോം ചെയ്ത് ചെറുതാക്കി. ഏകദേശം ഈ പേരിൻ്റെ സെയിം അലൈൻമെൻറ്റ് കീപ്പ് ചെയ്തിട്ട് തന്നെ ഞാനത് പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ പേര് വന്നു, അതിൻ്റെ കൂടെ തന്നെ ഡെസിഗ്നേഷൻ കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത കണ്ടൻറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. Ctrl+V അടിച്ചു പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിലുള്ളത് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് വന്നിട്ടുള്ളത് ടെലിഫോൺ നമ്പർ, പിന്നെ ലൊക്കേഷൻ ഡീറ്റെയിൽ, പിന്നെ ഇമെയിൽ ഐ ഡി. അപ്പോൾ ഇതിൽ ഞാൻ ജനറൽ മാനേജർ എന്ന് നമ്മൾ കാണിച്ചിട്ടുള്ള ആ സെയിം ഫോണ്ട് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അലൈൻമെൻറ്റ് ഇപ്പോൾ ലെഫ്റ്റ് അലൈൻമെൻറ്റ് ആയിട്ടാണ് ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൂടെ കുറച്ച് ഐക്കൺസ് വേണം. അതായത് കോൺടാക്റ്റ് നമ്പറിൻ്റെ കൂടെ കോൺടാക്റ്റ് ഐക്കൺ, ലൊക്കേഷൻ്റെ കൂടെ ലൊക്കേഷൻ ഐക്കൺ, ദെൻ ഇമെയിൽ ഐ ഡീൻ്റെ കൂടെ ഒരു ഇമെയിൽ ഐ ഡി ഐക്കൺ. ഈ ഐക്കൺസും ഞാൻ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ പ്ലേസ് ചെയ്യാണ്. ഐക്കൺസിൻ്റെ കാര്യത്തിലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. നമുക്ക് ഏത് ടൈപ്പിലുള്ള ഐക്കൺസ് ആണെങ്കിലും ഡിസൈൻസ് ആണെങ്കിലും നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് വെക്ടർ ഐക്കൺസിനോ അല്ലെങ്കിൽ വെക്ടർ ഗ്രാഫിക്സ് ഡിസൈൻസിനൊക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ പല ടൈപ്പിലുള്ള ഡിസൈൻസും ഐക്കൺസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇല്ലസ്ട്രേറ്ററിൽ ഉപയോഗിക്കാൻ സാധിക്കും. നമുക്കിതിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇവിടെ ആ ഒരു ബ്ലൂ കളർ കൊടുത്തുകൊണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല.
അതിനുശേഷം നമ്മളിപ്പോൾ ഈ കോപ്പി ചെയ്ത ടെക്സ്റ്റുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും എഡിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ക്യാരക്ടർ പാനൽ ഉപയോഗിക്കാം. Ctrl+T അടിച്ച് ഞാൻ ക്യാരക്ടർ പാനൽ സെലക്ട് ചെയ്തു. ഇവിടെ ഞാൻ കുറച്ച് സ്പേസിങ് കുറയ്ക്കുന്നുണ്ട്, ഒരു 40 ആക്കി കൊടുത്തു. ദെൻ ആ ലൈൻസിനോട് പാരലായിട്ട് തന്നെ ഈ ഐക്കൺസ് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ Ctrl+R അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും ടോപ്പ് സൈഡിലായിട്ട് നമുക്കൊരു റൂളർ കാണാൻ പറ്റും. റൂളർ ഇതിൻ്റെ സെൻറ്ററിൽ മൗസ് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ലൈന് കാണാം. ഈ ലൈൻ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓരോ ലൈൻസിന് വേണ്ടിയിട്ടും നമ്മൾ റൂളർ ഡ്രാഗ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ബോട്ടം സൈഡിലായിട്ട് അത് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ആ ഐക്കണിൻ്റെ ബോട്ടം ഏരിയയിൽ ലൈൻ ടച്ച് ചെയ്യുന്ന രീതിയിൽ മൂവ് ചെയ്ത് കൊടുക്കുക. അലൈൻമെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ റൂളർ എല്ലാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പേര് പ്ലേസ് ചെയ്തു, അതിനുശേഷം ഡെസിഗ്നേഷൻ പ്ലേസ് ചെയ്തു, ദെൻ കോൺടാക്ട് ഡീറ്റെയിലുകൾ പ്ലസ് ഐക്കൺസ്. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ ഐക്കൺസ് ഞാൻ അലൈൻ ചെയ്ത പോലെ തന്നെ മറ്റൊരു രീതിയിൽ ഇപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ള പേര് കറക്റ്റ് സെൻറ്റർ പൊസിഷനിലേക്ക് അലൈൻ ചെയ്യാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തു. അതിനുശേഷം നെയിം സെലക്ട് ചെയ്ത് വിൻഡോ മെനുവിൽ വന്നു കഴിഞ്ഞാൽ അലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ അലൈൻ Shift F7 ആണ് അതിൻ്റെ ഷോർട്ട് കീ, Shift F7. അലൈൻ പാനലിൽ നമുക്ക് അലൈൻ ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് വരുന്നത് ഒറിസോണ്ടൽ അലൈൻ, അലൈൻ സെൻറ്റർ, അലൈൻ റൈറ്റ്. നമുക്കിപ്പോൾ വേണ്ടത് അലൈൻ സെൻറ്ററാണ്. സെലക്ട് ചെയ്ത് സെൻറ്റർ അലൈൻ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിലേക്ക് അലൈനായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ജനറൽ മാനേജർ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റും സെലക്ട് ചെയ്തു, ഞാൻ അലൈൻ കൊടുത്തു, കറക്റ്റ് സെൻറ്ററിലേക്ക് വന്നു. ഇങ്ങനെ നമുക്ക് വളരെ ഈസിയായി കണ്ടൻറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് അലൈൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അലൈൻ ചെയ്യാവുന്നതാണ്. ഇത് അലൈൻ പാനലിൽ മാത്രമല്ല, ഇതിവിടെ ടോപ്പ് ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന ഈ സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ഒരു QR കോഡ് പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഓൾറെഡി ഞാൻ കോപ്പി ചെയ്ത് വെച്ചൊരു QR കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. Ctrl+V അടിച്ച് QR കോഡ് ഇവിടെ പ്ലേസ് ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കുന്ന വിവരം ഇത്തരത്തിലുള്ള വിസിറ്റിംഗ് കാർഡിനും ബിസിനസ് കാർഡിലൊക്കെ QR കോഡാണ് കൊടുക്കാറ്. അതാണ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ QR കോഡ് ഞാൻ കറക്റ്റ് അലൈൻ ചെയ്തുകൊണ്ട് റൂളർ സെലക്ട് ചെയ്ത് കറക്റ്റ് അലൈൻ ചെയ്ത് അവിടെ പ്ലേസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു മെയിൻ പോർഷനായിട്ടുള്ള കാര്യമാണ്, അതായത് ലോഗോ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി അതല്ലെങ്കിൽ സ്വന്തമായി നമ്മളുടെ കമ്പനി ആണെങ്കിൽ അതിനൊക്കെ ഒരു സ്പെസിഫിക് ലോഗോ ഉണ്ടാവും. അപ്പോൾ ആ ലോഗോയും ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്ത ലോഗോ ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് പ്ലേസ് ചെയ്യുകയാണ്. Ctrl+V അടിച്ച് ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ഇമേജ് ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഗോയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡെമോ ആയിട്ട് ചെയ്തു വെച്ച ലോഗോയാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ ഈ ലോഗോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ഈ സെയിം കളർ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു ലൈറ്റ് ഗ്രീന്, പിന്നെ വൈറ്റ്, പിന്നെ ഒരു ഗ്രേ കളർ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കളറുകൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന ലോഗോനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കളറായിരിക്കണം നമ്മൾ ആ ഡിസൈനിൽ കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ ആ ലോഗോനെ ഒരു ഹോം കളർ ആക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ആ ഡിസൈൻ ചെയ്യേണ്ടത്. അതല്ലാണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട്, അതെല്ലാം കൂടെ യൂസ് ചെയ്ത് ഒരു കളർഫുൾ ഡിസൈൻ ആക്കാം എന്ന് കരുതിയാൽ ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് നമുക്കതിന് കിട്ടില്ല. അപ്പോൾ മാക്സിമം ഈ പറയുന്ന 1-2 കളേഴ്സുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അതിലെത്ര കളർ വന്നിട്ടുണ്ടോ ആ കളറും അതിൻ്റെ ടിൻറ്റ് മീൻസ് അതിൻ്റെ ലൈറ്റ് ഡാർക്കിലേക്ക് പോകുന്ന ഷെയ്ഡുകൾ ഉപയോഗിച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എനിക്കൊരു ഗ്രീൻ കളറുള്ള ലോഗോയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു കളറുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മറ്റേതെങ്കിലും ഡാർക്ക് കളറുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് കാണുന്ന ഒരു ഡിസൈനർ അല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഇത് കാണുമ്പോൾ അയാൾക്കൊരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന വിസിറ്റിംഗ് കാർഡ് ആണെങ്കിലും ബ്രോഷർ ആണെങ്കിലും ഫ്ലെയർ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഒരു ലോഗോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ലോഗോനെ ഹോം കളർ ആക്കിക്കൊണ്ട് വേണം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഡിസൈൻ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. പേര് കൊടുത്തു, ഡെസിഗ്നേഷൻ കൊടുത്തു, കോൺടാക്ട് ഡീറ്റെയിൽ, അതിൻ്റെ ഐക്കൺസ്, അതുപോലെ തന്നെ QR കോഡ് പ്ലസ് ലോഗോ ഞാൻ പ്ലേസ് ചെയ്തത് ഇതിൻ്റെ കോർണർ സൈഡിലാണ്. അപ്പോൾ ഇങ്ങനെ കോർണറിലൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ ബോട്ടം സൈഡിലൊക്കെ ഈക്വൽ സ്പേസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുക. പെർഫെക്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ അതിലെ മെയിൻ പാർട്ടാണ് അലൈൻമെൻറ്റ്. വെറുതെ നമ്മൾ കുറച്ച് അങ്ങോട്ടോ മൂവ് ചെയ്ത് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയൊരു ഡിസൈൻസിൽ അത് നമുക്ക് എടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു ബിസിനസ് കാർഡ് ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി സ്വന്തമായി നിങ്ങൾ ക്രിയേറ്റിവിറ്റിയിൽ ഐഡിയാസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കി ചെയ്യാവുന്നതാണ്. പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. പഠിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ നോക്കി ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് നമ്മളൊരു പ്രൊഫഷണൽ ലെവലിലോ അല്ലെങ്കിൽ പുറത്തൊരാൾക്ക് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോഴോ ഒരിക്കലും ഒരു കോപ്പിയായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകളൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരും. അപ്പോൾ നമുക്ക് നെറ്റിൽ നിന്നൊക്കെ ഇതുപോലത്തെ ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആണ്.
അപ്പോൾ അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ഡൗൺലോഡ് ചെയ്ത് അത് നോക്കി ചെയ്യാൻ ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും F2 മീഡിയ ക്ലാസ് റൂം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെയോ അതല്ലെങ്കിൽ F2 മീഡിയയുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാനും ഈ മേഖലയിലേക്ക് വരാനും താല്പര്യപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ, റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വരേക്കും ഗുഡ് ബൈ. താങ്ക് യു.